നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇങ്ങനെ ഉറങ്ങിയാൽ എങ്ങനെയാ കുട്ടി? പൂക്കടയിൽ ദേവിക്ക് ചാർത്താനുള്ള ഹാരം വാങ്ങാൻ ആൾക്കാർ വരില്ലേ? അപ്പൊ എന്ത് ചെയ്യും? അത് ശരിയാണല്ലോ. ഞാൻ വല്ലാതെ ഉറങ്ങിപ്പോയാ വിദ്യാമ്മേ? വിദ്യാമ്മ എവിടെ? അല്ല, വിദ്യാമ്മ എവിടെ? എന്നെ വിളിച്ചുണർത്തിയത് വിദ്യാമ്മ തന്നെയാണല്ലോ. ആ സ്വരം ഞാൻ കേട്ടതല്ലേ? ക്ഷേത്രത്തിലേക്ക് ഒരിക്കലും ഞാൻ എഴുന്നേക്കുന്ന സമയത്ത് വിദ്യാമ്മ ഇവിടെ ഉണ്ടാവാറില്ല. എത്ര കൃത്യനിഷ്ഠയോടെയാ എന്നും വിദ്യാമ്മ ക്ഷേത്രത്തിലേക്ക് പോകുന്നേ. ഇവിടെ വന്നതിന് ശേഷം വിദ്യാമ്മ ഒരിക്കലും ഈ വിളക്കിൽ എണ്ണ പകരുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. എന്നിട്ടും ഒരു കെടാവിളക്ക് പോലെ എപ്പോഴും ഇതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. വിദ്യാമ്മയ്ക്ക് എന്തോ അത്ഭുത സിദ്ധി ഉണ്ടെന്നുള്ളത് ഉറപ്പാ. ദേവി, രക്ഷിക്കണേ. ഇവിടെ തങ്ങുന്നിടത്തോളം എല്ലാ പൂജയും കണ്ട് തൊഴണമെന്ന് ആഗ്രഹം. നിർമാല്യ പൂജ തൊഴുതാൽ ആരോഗ്യ സൗഖ്യം കിട്ടുന്ന ചേച്ചി പറഞ്ഞത്. നിർമാല്യത്തിന് ചാർത്തുന്ന മാല നാളെ മോക്ക് കൊടുക്കണമെന്നോ? പിന്നെന്താ, നാളെ മോൾക്ക് ഒരെണ്ണം തരാട്ടോ. അത് കൊണ്ടുപോയി മോളുടെ മുറിയിൽ വെച്ച് പ്രാർത്ഥിച്ചാ മതി. മോളുടെ അസുഖമൊക്കെ അമ്മ മാറ്റിത്തരും. ആ ഒരു പ്രതീക്ഷയില ഞാൻ മോളെയും കൊണ്ട് ഈ പുണ്യദേശത്ത് വന്നത് തന്നെ. ഇവിടെ ഞാൻ അമ്മയെ ഏൽപ്പിച്ചിരിക്കുക. അമ്മേ ദേവി, കാത്തുകൊള്ളണേ. എന്നാ നടക്കട്ടെ, ഉപക്ഷേത്രങ്ങളിലും തൊഴാനുണ്ട്. വാ മോളെ. ബൈ.